ഹായ് 2024 ഓഗസ്റ്റ് മാസം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയിലേക്ക് ഒരു സന്ദർശനം നടത്തി. അവിടെ വെച്ച് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇത് ഒരുപാടൊന്നും വാർത്താ പ്രാധാന്യം നേടിയില്ല, പക്ഷേ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഉക്രൈൻ റഷ്യ വാർ നടക്കുന്നു. S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കൃത്യമായിട്ടുള്ള ഡെലിവറി ഒന്നും നടക്കുന്നില്ല. മാത്രമല്ല ഈ റഷ്യൻ എക്യുപ്മെന്റ്സ് ഒക്കെ വാർ മെഷീൻസ് ഒക്കെ എക്സ്പോസ്ഡ് ആയി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അമേരിക്കൻ വാർ മെഷീൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫീരിയർ ആണ്, ഇങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ട്. അതിലും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന ഡിഫൻസ് എക്യുപ്മെന്റുകളിൽ ഇമ്പോർട്ട് ചെയ്തവയിൽ ഏതാണ്ട് 65% റഷ്യയുടെ എക്യുപ്മെന്റ്സ് ആണ്, ഡിഫൻസ് മെഷീൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ പറഞ്ഞ വാർ എക്യുപ്മെന്റ്സിന്റെയോ അല്ലെങ്കിൽ ഡിഫൻസ് മെഷീൻസിന്റെയോ ഒക്കെ ആവശ്യം വന്നാൽ, റഷ്യയോട് ചോദിക്കേണ്ടി വന്നാൽ ഒരു പക്ഷേ അവരിപ്പോൾ തരാനുള്ളൊരു സാഹചര്യത്തിലായിരിക്കില്ല എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. കാരണം നിരന്തരം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്താണ് ഈ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ചുവടുവയ്പ് എന്ന് പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട എഗ്രിമെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. 3 എഗ്രിമെന്റുകളാണ്. അതിൽ 2 എണ്ണം ഓൾറെഡി നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. 3ാമത്തതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൽ ആദ്യത്തെ സോസ എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ്. സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് എന്നാണ് ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എക്യുപ്മെന്റ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് ആ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ഒരു പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളിലും പെട്ടിട്ടുള്ള ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള കമ്പനീസ് ഒരു പ്രയോറിറ്റി പരസ്പരം രാജ്യങ്ങൾക്ക് കൊടുക്കുക, അതുവഴി കണ്ടിന്യൂസ് ആയിട്ട് ഒരു സപ്ലൈ നടത്തുക എന്നൊക്കെയുള്ളതാണ്. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബൈൻഡിങ് എഗ്രിമെന്റ് അല്ല, അതായത് ഒരു ലീഗൽ ബാക്കിംഗ് ഒന്നും ഈ എഗ്രിമെന്റ് ഇല്ല. അതുകൊണ്ട് 2 രാജ്യങ്ങളും സ്വരച്ചർച്ചയിലിരിക്കുമ്പോൾ സാധ്യമാകുന്ന ഒരു എഗ്രിമെന്റ് ആണ് ഇത് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. ബൈൻഡിങ് അല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത എഗ്രിമെന്റിലേക്ക് പോകുമ്പോൾ അതൊരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, MOU. ഇത് സൈൻ ചെയ്തിരിക്കുന്നത് ഫോർ ദ അസൈൻമെന്റ് ഓഫ് ലൈസൺ ഓഫീസേഴ്സ് എന്നാണ് ഈ എഗ്രിമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഇതാണ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യൻ ആംഡ് ഫോഴ്സിന്റെയൊക്കെ ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അമേരിക്കയുടെ സ്ട്രാറ്റജിക് ഡിഫൻസ് ഫോഴ്സുകളുടെയൊക്കെ കമാൻഡുകൾ സേവനമനുഷ്ഠിക്കാൻ നിയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഡോ പസഫിക് കമാൻഡ്, ഫ്ലോറിഡ ബേസ്ഡ് ആയിട്ടുള്ള കമാൻഡ്, ഇങ്ങനെ പലതരം കമാൻഡുകൾ അമേരിക്കയുണ്ടല്ലോ. ലോക പോലീസ് എന്നാണല്ലോ അമേരിക്ക അറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കമാൻഡുകളിലേക്ക് സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉയർന്ന തസ്തികയിലുള്ള മേജർ അല്ലെങ്കിൽ കേണൽ തസ്തികയിലേക്കുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അവസരം കിട്ടുന്ന ഒന്നാണ്. മാത്രമല്ല പരസ്പരം ഇന്ത്യൻ ഓഫീസേഴ്സ് അമേരിക്കയിലേക്കും അമേരിക്കൻ ഓഫീസേഴ്സ് ഇന്ത്യയിലേക്കും വരികയും പരസ്പരം ഇൻഫർമേഷൻസ് കൈമാറുകയും ഒരു ഇന്റർ ഓപ്പറബിലിറ്റി പരസ്പരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഏതെങ്കിലും കാരണവശാൽ 2 രാജ്യങ്ങൾക്കും പരസ്പരം സഹകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടുണ്ടാകാതെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് ആണ്. ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. പക്ഷെ നിലവിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. ആ എഗ്രിമെന്റിന്റെ പേരാണ് RDP, അതായത് റെസിപ്രോക്കൽ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് എന്നാണ് അതിന്റെ പേര്. വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് ആണ്. മുമ്പ് പറഞ്ഞ സോസയുണ്ടല്ലോ, അതിന്റെ ഒരു ചുവടുകൂടി മുമ്പോട്ട് പോകുന്നതാണ് ഈ പറഞ്ഞ RDP എന്ന് പറയുന്നത്. പരസ്പരം ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുക, പരസ്പരം എക്യുപ്മെന്റുകൾ കൊടുത്ത് സഹായിക്കുക. ഇനി വേണമെങ്കിൽ പരസ്പരം ഇരു രാജ്യങ്ങളും ഡിഫൻസ് മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ കൊണ്ടുവരാനുള്ള സഹായം ഇരു രാജ്യങ്ങളും പരസ്പരം ചെയ്തു കൊടുക്കുക. ഇനി ഇപ്പോൾ ഇന്ത്യക്ക് ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളുടെ ആവശ്യം വരുമ്പോൾ അമേരിക്കയ്ക്ക് ആ ആയുധത്തിന്റെ ഓർഡർ നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റേതൊരു രാജ്യത്തിന് കൊടുക്കുന്ന പരിഗണനയെക്കാളും മുമ്പേ ഇന്ത്യയെ പരിഗണിക്കുക. തിരിച്ച് നമ്മൾക്കൊരു ഓർഡർ കിട്ടുമ്പോൾ അമേരിക്കയെ പരിഗണിക്കുക. ഇത്തരത്തിലുള്ള വളരെ വളരെ അടുത്തിടപഴകുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ആയുധങ്ങൾ നമുക്ക് കിട്ടുകയും നമ്മുടെ ആയുധങ്ങൾ അമേരിക്കൻ ഫോഴ്സിലേക്ക് നൽകുകയും ചെയ്യപ്പെടുന്ന രീതിയിലുള്ള വളരെ പ്രാധാന്യമുള്ളൊരു എഗ്രിമെന്റാണ് ഈ RDP എന്ന് പറയുന്നത്. അപ്പോൾ RDPയും ചർച്ചയിലാണ്. ഉടനെ തന്നെ അതും സൈൻ ചെയ്യും എന്നാണ് അറിയുന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ഡിഫൻസ് സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മുടെ മിസൈലുകളൊക്കെ ഒരുപാട് ലോഞ്ച് ചെയ്തു. ഒഡീഷ കോസ്റ്റിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ലോഞ്ച് ചെയ്ത വാർത്തകളൊക്കെ നമുക്കറിയാം. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യ ഈ ഡിഫൻസ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചുവടുമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവണമെങ്കിൽ കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ കാര്യങ്ങൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അത് നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനും സംസാരിക്കുന്നതിനും സാധിക്കും. താങ്ക് യു.